വെൽക്കം ടു സ്റ്റഡി കഫേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ജീവകങ്ങൾ. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അവയുടെ പ്രധാന സ്രോതസ്സുകൾ, മറ്റു വിശേഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ സിലബസ് അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. ഒരു മാർക്ക് ഉറപ്പായിട്ടും സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മിക്കവാറും ചോദിച്ച് കാണുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ടോപ്പിക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം ജീവകങ്ങൾ എന്താണെന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ജീവകങ്ങൾ. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമിർ ഫങ്ക്. കാസിമിർ ഫങ്ക്. ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമിർ ഫങ്ക്. കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകങ്ങളാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകങ്ങൾ. ജീവകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഉള്ള ജീവകങ്ങൾ എന്ന് പറയുന്നത് 13 ജീവകങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. എ, സി, ഡി, ഇ, കെ എന്നിങ്ങനെ 5 ജീവകങ്ങളും ബി കോംപ്ലക്സ് അഥവാ ജീവകം ബിക്കകത്ത് പെടുന്ന 8 ജീവകങ്ങളും, ബി കോംപ്ലക്സിനകത്ത് 8 എണ്ണവും അല്ലാതെ 5 എണ്ണവും ചേരുന്നതാണ് നമ്മുടെ ഈ അനിവാര്യ ജീവകങ്ങൾ എന്ന് പറയുന്നത്. എ, സി, ഡി, ഇ, കെ എന്നീ ജീവകങ്ങളും ബി കോംപ്ലക്സും ചേരുന്നതാണ് അനിവാര്യ ജീവകങ്ങൾ. ജീവകങ്ങളുടെ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ജീവകങ്ങളെ പ്രധാനമായും നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിൽ ലയിക്കുന്നതിന്, ഡിസോൾവ് ചെയ്യുന്നതിന് ബേസ് ചെയ്താണ് പറയുന്നത്. ജീവകങ്ങളെ പ്രധാനമായും നമുക്ക് 2ആയി തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട്. ജലത്തിൽ ലയിക്കുന്നവയും ലിപ്പിഡിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയുമാണ് 2 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾക്ക് ഉദാഹരണമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ജീവകങ്ങളാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ലിപ്പിഡ്സിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. അങ്ങോട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഓപ്ഷൻ തരും. ഓപ്ഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ജലത്തിൽ ലയിക്കുന്നത് ഏത്, കൊഴുപ്പിൽ ലയിക്കാത്തത് ഏത്, ജലത്തിൽ ലയിക്കാത്ത വൈറ്റമിൻ ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചോണം. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എ, ഡി, ഇ, കെ ഇതെല്ലാം എവിടെയാണ് ലയിക്കുന്നത്? കൊഴുപ്പിൽ അഥവാ ലിപ്പിഡ്സിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, നമുക്ക് വൈറ്റമിനിലേക്കൊന്ന് ഓരോ വൈറ്റമിനെ കുറിച്ചും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് വൈറ്റമിൻ എ, ജീവകം എ. രാസനാമമാണ് ആദ്യം പറയുന്നത്. രാസനാമങ്ങളും ചോദിച്ചു കാണുന്നതാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നതാണ്. അപ്പോൾ രാസനാമങ്ങൾ പഠിച്ചു വെക്കണം. വൈറ്റമിൻ എയുടെ രാസനാമം എന്ന് പറയുന്നത് റെറ്റിനോൾ അഥവാ കരോട്ടിനോൾ. വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ അഥവാ കരോട്ടിനോൾ. കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകം വൈറ്റമിൻ എ. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്ന് പറയുന്നത് വൈറ്റമിൻ എ. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യം ജീവകം എ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വസ്തുവാണ് ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ജീവകം എയുടെ അപര്യാപ്തത രോഗത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ. അപ്പൊ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ, ഹൈപ്പർ കെരാറ്റോസിസ്. നിശാന്തത, സിറാഫ്തോൽമിയ, ഹൈപ്പർ കെരാറ്റോസിസ്.
കെരാറ്റോ മലേസിയ. അപ്പോൾ 4 അപര്യാപ്തത രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് നിശാന്തത, സിറോഫ്താൽമിയ, ഹൈപ്പർ കെരാറ്റോസിസ്, കെറാറ്റോ മലേസിയ. ജീവകം എയുടെ അളവ് കൂടുന്നത് മൂലം, ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ വിറ്റാമിനോസിസ് എ. ജീവകം എയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഹൈപ്പർ വിറ്റാമിനോസിസ് എ. ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകളാണ് പാൽ, വെണ്ണ, കരൾ, ക്യാരറ്റ്, തക്കാളി. ക്യാരറ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകൾ എന്ന് പറയുന്ന പാൽ, വെണ്ണ, കരൾ, ക്യാരറ്റ്, തക്കാളി. അടുത്ത ജീവകം ബി അഥവാ ബി കോംപ്ലക്സ്. ജീവകം ബിയിലേക്ക് വരുമ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ബി കോംപ്ലക്സിലെ വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം പറഞ്ഞു പോകാം. ജീവകം B1, ജീവകം B2, ജീവകം B3, B5, 4 ഇല്ല, B3 കഴിഞ്ഞാൽ പിന്നെ B5 ആണ്, B6, B7, B8 ഇല്ല. ഓർത്തിരിക്കുക, 4 ഇല്ല, 8 ഇല്ല. 1, 2, 3, 5, 6, 7, 9, 10 ഇല്ല, 11 ഇല്ല. പിന്നെ ഉള്ളത് ഏതാണ്? 12 ആണ്. അപ്പൊ ജീവകം ബി കോംപ്ലക്സിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് 1, 2, 3, 5, 6, 7, 9 and 12. ഇനി ഓരോന്നിലേക്ക് നമുക്ക് വരാം. ജീവകം B1. ജീവകം B1ന്റെ രാസനാമം എന്ന് പറയുന്നത് തയാമിൻ. ചോദിക്കുന്നതാണ്. രാസനാമം തയാമിൻ. അരിയുടെ തവിടിൽ കാണപ്പെടുന്ന ജീവകമാണ് B1. ജീവകം B1. അരിയുടെ തവിടിൽ കാണപ്പെടുന്ന ജീവകം B1. കാർബോഹൈഡ്രേറ്റുകളെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റുകളെ എനർജിയാക്കി മാറ്റുവാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം B1. ജീവകം B1ന്റെ അപര്യാപ്തത രോഗങ്ങളാണ് ബെറി കോർസാക്കോഫ് സിൻഡ്രോം. ബെറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജീവകം B1ന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് ബെറി കോർസാക്കോഫ് സിൻഡ്രോം. അവയുടെ പ്രധാന സ്രോതസ്സുകളാണ്, B1ന്റെ പ്രധാന സ്രോതസ്സാണ് പാൽ, ഇറച്ചി, പയർ വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്. ജീവകം B1ന്റെ പ്രധാന സ്രോതസ്സ് പാൽ, ഇറച്ചി, പയർ വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്. അടുത്തത് ജീവകം B2. രാസനാമം റൈബോഫ്ലേവിൻ. ജീവകം B2ന്റെ രാസനാമമാണ് റൈബോഫ്ലേവിൻ. പാൽ കറന്നാലുടൻ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണമായ വൈറ്റമിനാണ് B2 എന്ന് പറയുന്നത്. പാൽ കറന്നാലുടൻ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണം ജീവകം B2. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ജീവകം B2. അത് ഓർത്ത് വെച്ചോണം. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ജീവകം B2 ആണ്. ത്വക്ക് വിണ്ട് കീറുന്നതിന് അല്ലെങ്കിൽ വരണ്ട ചർമ്മത്തിന് കാരണമാകുന്നത് ജീവകം B2ന്റെ അഭാവമാണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയാണ്. ജീവകം B2ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ത്വക്ക് വിണ്ട് കീറുക അല്ലെങ്കിൽ വരണ്ട ചർമ്മം. പ്രധാന സ്രോതസ്സുകളാണ് ജീവകം B2ന്റെ പ്രധാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പാൽ, ഇറച്ചി, പയർ, മുട്ട. പ്രധാന സ്രോതസ്സുകൾ പാൽ, ഇറച്ചി, പയർ, മുട്ട. അടുത്തത് ജീവകം B3. രാസനാമം നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B3യുടെ രാസനാമം എന്ന് പറയുന്നത് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. അപര്യാപ്തത രോഗം പെല്ലഗ്ര. അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് പെല്ലഗ്ര. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. പ്രധാന സ്രോതസ്സുകൾ ഇറച്ചി, മത്സ്യം, ഇലക്കറികൾ. ജീവകം B3യുടെ പ്രധാന സ്രോതസ്സുകൾ എന്ന് പറയുന്നതാണ് ഇറച്ചി, മത്സ്യം, ഇലക്കറികൾ. അടുത്തത് ജീവകം B5. രാസനാമം പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B5ന്റെ രാസനാമം എന്ന് പറയുന്നത് പാൻറ്റോതെനിക് ആസിഡ്. അപര്യാപ്തത രോഗം പരസ്തേഷ്യ. B3യുടെ അപര്യാപ്തത പെല്ലഗ്ര, B5ന്റെ അപര്യാപ്തത പരസ്തേഷ്യ. അടുത്തത് ജീവകം B6. രാസനാമം പിരിഡോക്സിൻ. ജീവകം B6ന്റെ രാസനാമം പിരിഡോക്സിൻ. അപര്യാപ്തത രോഗം മൈക്രോസൈറ്റിക് അനീമിയ, അല്ലെങ്കിൽ അനീമിയ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ജീവകം B6ന്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. അടുത്തത് ജീവകം B7. രാസനാമം ബയോട്ടിൻ. B6ന്റെ രാസനാമം പിരിഡോക്സിൻ, B7ന്റെ രാസനാമം ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതാണ് ജീവകം B7. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ജീവകം B7.
എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ആയ വെസ്റ്റേൺ ബോൾട്ടിന് ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം B7 എന്ന് പറയുന്നത്. എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ആയ വെസ്റ്റേൺ ബോൾട്ടിന് ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം B7. അപര്യാപ്തത രോഗം എക്സിമ. അപര്യാപ്തത രോഗം എക്സിമ. അടുത്തത് ജീവകം B9, രാസനാമം ഫോളിക് ആസിഡ്. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ജീവകം B9ന്റെ രാസനാമം എന്ന് പറയുന്നതാണ് ഫോളിക് ആസിഡ്. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ B9. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ B9. വൈറ്റമിൻ B9ന്റെ രാസനാമം ഫോളിക് ആസിഡ്. അപര്യാപ്തത രോഗം അനീമിയ. അപര്യാപ്തത രോഗം അനീമിയ. അടുത്തത് B12, ജീവകം B12, രാസനാമം സയാനോകൊബാലമിൻ. സയാനോകൊബാലമിൻ. ജീവകം B12ൽ കാണപ്പെടുന്ന ലോഹമാണ് കൊബാൾട്ട്. കൊബാലമിൻ എന്ന പേര് ഓർത്ത് വെച്ചാൽ മതി, കൊബാൾട്ട്. ജീവകം B12 സയാനോകൊബാലമിൻ, കൊബാൾട്ട്. കാണപ്പെടുന്ന ലോഹം കൊബാൾട്ട്. മനുഷ്യന്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ജീവകം B12. അപ്പോൾ ജീവകം B12 നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിലെ വൻകുടലിൽ വെച്ചാണത് നിർമ്മിക്കപ്പെടുന്നത്. സസ്യങ്ങളിൽ നിന്നും ലഭിക്കാത്ത ഒരു വൈറ്റമിൻ ആണ് B12 എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ജീവകം B12. അപര്യാപ്തത രോഗം മഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ ഓർത്തിരിക്കുക, ജീവകം B9 അനീമിയ, B12 മഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ. അനീമിയയുടെ തന്നെ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് അതൊക്കെ. പ്രധാന സ്രോതസ്സുകൾ ഇറച്ചി, കരൾ. നമ്മൾ പറഞ്ഞു സസ്യങ്ങളിൽ നിന്ന് ലഭിക്കില്ല എന്ന് പറഞ്ഞു. പ്രധാന സ്രോതസ്സുകളാണ് ഇറച്ചിയും കരളും. അടുത്തത് വൈറ്റമിൻ സി, ജീവകം സി, രാസനാമം അസ്കോർബിക് ആസിഡ്. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം, ആസിഡുകളിൽ നിന്നൊക്കെ ചോദിക്കുന്ന. ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് ജീവകം സി എന്ന് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ സി ആണ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി. പാലിൽ കാണപ്പെടാത്ത വൈറ്റമിൻ ആണ് സി എന്ന് പറയുന്നത്. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ എന്ന് പറയുന്നതാണ് സി ആണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം സി. COVID-19 പശ്ചാത്തലത്തിൽ പലപ്പോഴും നിങ്ങൾ പല മെസ്സേജുകളും വാട്സപ്പിലൊക്കെ പല മെസ്സേജുകളിലും കാണാറുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ലിസ്റ്റൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ജീവകം സി അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് കൂടുതലും ഉള്ളത്. കാരണം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് ജീവകം സി എന്ന് പറയുന്നത്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ജീവകം സി. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുവാൻ സഹായിക്കുന്നത് ജീവകം സി. ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ജലദോഷത്തിന് ഔഷധം ജീവകം സി. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ സി. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം സി. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് സി എന്ന് പറയുന്നത്. അപര്യാപ്തത രോഗം സ്കർവി. അപ്പം വൈറ്റമിൻ സിയുടെ പ്രധാന സ്രോതസ്സുകളാണ് നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്. ജീവകം സി മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. പ്രധാന സ്രോതസ്സുകൾ ഞാൻ ഒന്ന് പറഞ്ഞ് 2-3 കാര്യങ്ങൾ നേരത്തെ ആഡ് ചെയ്തു പോയി, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. പ്രധാന സ്രോതസ്സുകൾ കാബേജ്, ഉരുളക്കിഴങ്ങ്, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയാണ്. അടുത്തത് വൈറ്റമിൻ ഡി, ജീവകം ഡി, രാസനാമം കാൽസിഫെറോൾ. ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാൽസ്യം, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളുടെ ആഗിരണത്തിന് മനുഷ്യ ശരീരത്തെ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി. പല്ലുകളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ലോഹമാണ് കാൽസ്യം. അപ്പോൾ ആ ലോഹത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് പല്ലുകളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ ഏത് വൈറ്റമിൻ പറയണം? വൈറ്റമിൻ ഡി ആണ് പറയേണ്ടത്. പല്ലുകളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി.
വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോമലേഷ്യ. പ്രധാന സ്രോതസ്സുകൾ വെണ്ണ, മുട്ട, പാൽ, മത്സ്യ എണ്ണ. വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സുകളാണ് വെണ്ണ, മുട്ട, പാൽ, മത്സ്യ എണ്ണ. അടുത്തത് വൈറ്റമിൻ ഇ, ജീവകം ഇ. രാസനാമം ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. പ്രത്യുൽപാദന ഹോർമോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും, അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്ന വൈറ്റമിൻ ആണ്. അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രത്യുൽപാദന ശേഷി കുറയുക എന്നുള്ളത്. പ്രത്യുൽപാദന ഹോർമോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. ഈ ഫേസ് പാക്കുകളും ബ്യൂട്ടി പ്രോഡക്റ്റ്, ഫേസ് ക്രീമുകളിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ. ഓർക്കുക, പ്രത്യുൽപാദന ഹോർമോൺ ബ്യൂട്ടി വൈറ്റമിൻ, ഹൃദയത്തിന്റെ സംരക്ഷകൻ വൈറ്റമിൻ ഇ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. ഇപ്പോൾ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വൈറ്റമിൻ ഇയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രത്യുൽപാദന ശേഷിക്ക് നല്ലതാണ്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഇ. ഒരു നിരോക്സീകാരി കൂടിയായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഒരു നിരോക്സീകാരി കൂടിയായ വൈറ്റമിൻ എന്ന് പറയുന്നതാണ് വൈറ്റമിൻ ഇ. പ്രധാന സ്രോതസ്സുകൾ പാൽ, മുട്ട, സസ്യ എണ്ണ. പാൽ, മുട്ട, സസ്യ എണ്ണ. അടുത്തത് വൈറ്റമിൻ കെ. രാസനാമം ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്വിനോൺ. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രക്തസ്രാവത്തിന് കാരണമാകും. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കില്ല, രക്തസ്രാവം കൂടുതലായിരിക്കും. അപ്പോൾ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ കെ. ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ. പ്രധാന സ്രോതസ്സുകൾ മുട്ട, കരൾ, ഇലക്കറികൾ. മുട്ട, കരൾ, ഇലക്കറികൾ. വൈറ്റമിനുമായി ബന്ധപ്പെട്ട ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പ്രധാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട അവയുടെ രാസനാമങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റഡി കഫ്.